നമുക്ക് 50 വയസ്സ് വരെ മക്കൾക്ക് വേണ്ടി ജീവിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടി ജീവിക്കാം. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ആരോഗ്യം തന്നെയാണ്. ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മളെ ആരോഗ്യം തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ എവിടെയെങ്കിലും കടന്നു പോയിട്ട് നമ്മൾ മറ്റൊരാളോട് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും ഞങ്ങൾ ചോദിച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാണ്ടിരിക്കാൻ. ലോകത്ത് ചിലപ്പോൾ ഒരു സഹോദരി തോറ്റു കൊടുത്തേക്കാം, ഒരു ഭാര്യ തോറ്റു കൊടുത്തേക്കാം, മകൾ തോറ്റു കൊടുത്തേക്കാം, അല്ലേ, മരുമകൾ തോറ്റു കൊടുത്തേക്കാം. പക്ഷെ ഒരമ്മ ഒരിക്കൽ പോലും ആരുടെയും മുന്നിൽ തോറ്റു കൊടുക്കില്ല. നമ്മളെ തോൽപ്പിക്കാനാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഉള്ളത്, ജയിപ്പിക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കൺമുന്നിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് തുറന്നു പറയും. സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആൾക്കാർ മുന്നിൽ നിന്നിട്ട് നമ്മളെ കോക്കറി കുത്തുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് നിന്നാൽ നമ്മുടെ സമാധാനം പോകും. ഈ ആഘോഷിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഇവരൊരു സ്ത്രീയാണ്, ഇവർക്കൊരു കുടുംബമുണ്ട്, ഇവർക്ക് നാളെ ജീവിക്കണം, ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം, ഇവരെയൊക്കെ കൊണ്ടാണ് ഞങ്ങളും ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും വർഷത്തെ കാര്യങ്ങൾ പറയുമ്പം ചേച്ചി മമ്മൂക്കയുടെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയും സുരേഷ് ഏട്ടൻ്റെ കൂടെയും ദിലീപ് ഏട്ടൻ്റെ കൂടെയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം എങ്ങനെയാണ് ചേച്ചി ഇവർ അടുത്ത തലമുറയുടെ കൂടെയുള്ള ഒരു ശ്രീനേട്ടൻ്റെ കൂടെ അഭിനയിച്ചു, ശ്രീനേട്ടൻ്റെ കൂടെ അഭിനയിച്ചു, ധ്യാൻ്റെ കൂടെയും പ്രകാശൻ പരക്കട്ടെ എഴുതി, പിന്നെ ധ്യാൻ്റെ ചേട്ടൻ്റെ കൂടെയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചേച്ചി ഈ രണ്ട് തലമുറയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? അങ്ങനെയല്ല, വ്യത്യാസം അത് നമ്മൾ കുറച്ചുകൂടെ ബഹുമാനത്തോടു കൂടി അല്ലേ? അതെ അതെ അതെ, അങ്ങനെയല്ല. അപ്പൊ അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. ഇവര് പിള്ളേരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് ആ ഒരു അല്ലേ ഒരു കുട്ടികൾ എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പൊ ഒരു പേടി, അത്രയും പേടിയില്ല. മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എപ്പോഴും ചേച്ചിക്ക് ഒരു സപ്പോർട്ടും പിന്നെ ഉപ്പുമുളകൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയുന്നതൊക്കെ അല്ലേ? അപ്പുറത്തൊക്കെ വരുമ്പോ ഞങ്ങളെയൊക്കെ അങ്ങോട്ട് വിളിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിനൊക്കെ വേണ്ടി. അല്ലല്ല, അപ്പുറം ഷൂട്ടിന് വരുമല്ലോ അപ്പുറത്തെ ബിൽഡിങ്ങിൽ. അപ്പൊ നമ്മളിപ്പുറം ഇതിന്റെ ഷൂട്ടുകളൊക്കെ ആയിരിക്കും. അപ്പൊ ഞങ്ങളെ അങ്ങോട്ട് പോയി കാണലും അല്ലെങ്കിൽ ഞങ്ങളെ വിളിപ്പിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പുമുളക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ശ്രദ്ധിക്കും. നമുക്ക് ഇത്രയും തിരക്ക് പിടിച്ച സമയത്താണെങ്കിലും എല്ലാ ടിവിയിലെ സാധനങ്ങളും കാണും, എല്ലാ ചാനലിലും എല്ലാ പ്രോഗ്രാംസും അറിയാന്നുള്ളതാണ്. അതായത് കാലത്തിനൊത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതൊരു വല്ലാത്തൊരു പ്രതിഭാസം തന്നെയാണ്. ഇങ്ങനെ ആ ഒരു ജനറേഷൻ്റെ ഇത് പണ്ടത്തെ ആക്ടിങ്ങിൽ നിന്ന് പുള്ളി മാറി ഭയങ്കരമായിട്ട്. അന്ന് ആ ഒരു കാലഘട്ടത്തിന്റെ രീതിയിലായിരുന്നു. ഇന്ന് ഇപ്പോഴത്തെ ആ യൂത്തിന്റെ ഒരു സ്റ്റൈലിലേക്ക് ആള് ആക്ടിങ് വരെ മാറി എന്നുള്ളതാണ്. മൊത്തത്തിൽ സ്റ്റൈലും എല്ലാം ശരിക്കും നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു നടൻ തന്നെയാണ് അല്ലേ? എത്ര നമ്മൾ പുകഴ്ത്തിയാലും പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊക്കെ ഒരു വലിയേട്ടൻ ഫീൽ ആയിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് കൂടെ അഭിനയിക്കുമ്പോഴൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എല്ലാവരും പറയാറുണ്ട് മമ്മൂക്ക വരുമ്പോ തന്നെ സെറ്റൊക്കെ ഒന്ന് സൈലന്റ് ആവും, സെറ്റൊക്കെ ഒന്ന്. അതാണ്, അത് കറക്റ്റ് ആണ്. എല്ലാവരും ഭയങ്കര ശബ്ദമാവും, ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. അത് സ്നേഹം കൊണ്ടുള്ളൊരു. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല പുള്ളി അങ്ങനെ ഒരു ദേഷ്യം എന്നുള്ളത് എനിക്ക് അതങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. എല്ലാവരോടും എല്ലാവരും കെയറിങ് ആണ് അല്ലേ? എല്ലാവരും കെയർ ചെയ്യുന്നുണ്ട് പുള്ളി. ഒരാളെ പോലും ഒരു സെറ്റിലുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളെ ആണെങ്കിലും കെയർ ചെയ്യുന്നുണ്ട്. അതൊരു നല്ല മനസ്സാണ്, അതിൻ്റെയാണത്. അതെ. ഇപ്പൊ നമ്മൾ പല പല കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പം എനിക്ക് തോന്നുന്നു അടുത്തിടെയായിട്ട് നമ്മൾ റിയൽ അമ്മ കുറെ കാണുന്നുണ്ട്. അപ്പൊ റിയൽ അമ്മ എങ്ങനെയാണ്? റിയൽ അമ്മ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇവരോട് സ്ട്രിക്റ്റ് ഒക്കെ ആയിട്ടുള്ള. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പോഴത്തെ ജനറേഷന്റെ കൂടെ നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ രക്ഷയില്ല. നമ്മളിപ്പോ നമുക്ക് എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിലേക്ക് ഇവരെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യാതെ മതി, ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ മതി കേൾക്കും. ഇപ്പൊ പോയി ഹോസ്റ്റലിൽ നിർത്തി അവർ ഇറങ്ങിക്കൊണ്ട് പോരും ഇല്ലേ? അപ്പൊ പഴയ ആ ഒരു എല്ലാവരും അങ്ങനെയല്ലേ, മൊത്തത്തിൽ കുട്ടികളുടെ ഒക്കെ ഒരു ഇത് മാറി. അതെ. ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയുമ്പം മൂത്താള് സെറ്റിൽഡായി, രണ്ടാമത്തെ ആള് ചേച്ചിയുടെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക്. എനിക്ക് തോന്നുന്നു മൂത്താള് അഭിനയിക്കാൻ പറഞ്ഞ ചേച്ചി സമ്മതിച്ചിരുന്നില്ല അല്ലേ? അല്ല, അവള് പിന്നെ പി ജി വരെ പോയി. PG കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണവും കഴിഞ്ഞു. അപ്പൊ പിന്നെ ആ ഒരു അപ്പൊ രണ്ടാമത്തെ ആൾ അഭിനയിക്കണം എന്ന് പറയുമ്പോ ചേച്ചിയുടെ ഒരു അല്ല, അവള് മാരേജിനോട് വലിയ താല്പര്യം പറയണില്ല. ഞാൻ മാരേജ് കഴിപ്പിച്ചുവിടാൻ മാക്സിമം ശ്രമിച്ചു. അപ്പോഴൊക്കെ എനിക്ക് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. എന്തെങ്കിലും ഇങ്ങോട്ട് പറയട്ടെ, അത് അങ്ങനെ അതങ്ങ് അങ്ങനെ വെച്ചു. പിന്നെ ഡിസൈനറാണ്, ഫാഷൻ ഡിസൈനറാണ്.
ഗാർഡൻ സിറ്റിയിലാണ് പഠിച്ചത്. ആ. ഡിസൈനിങ് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ നല്ല നല്ല സ്ഥലത്തൊക്കെ തന്നെ ഡിസൈനറായിട്ട് പോയി. ആ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അപ്പോഴാണ് നമ്മളെ രാജേഷ് വിളിക്കണത്. അങ്ങനെ പിന്നെ അതിൽ പോയി അഭിനയിച്ചു. ഇപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ ക്ലാസിക്കൽ നർത്തകിയാണല്ലോ ചേച്ചി. അപ്പം സിനിമയിലേക്കൊക്കെ വരുമ്പം അങ്ങനെ നൃത്തത്തെ അങ്ങനെ കണ്ടിട്ടില്ല. ആ ഒരു ആഗ്രഹം ഇപ്പോഴും മനസ്സിലുണ്ട്. പിന്നെ അത് ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതിപ്പോഴും ഉണ്ടാവും അല്ലേ? നൃത്തം തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. പിന്നെ പറയാ ചില ആൾക്കാരുടെ തലവര നമ്മൾ ആഗ്രഹമുള്ള ഇതിലേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് അത് മുറിഞ്ഞു പോയി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിധി വേറൊരു റൂട്ടിലേക്ക് പോയി. ആ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ഈയിടെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് ചേച്ചി പറയുന്നത്, നമുക്ക് 50 വയസ്സ് വരെ മക്കൾക്ക് വേണ്ടി ജീവിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടി ജീവിക്കാം. എന്താണ് അങ്ങനെ ഒരു തോന്നല്? അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അതെന്ന് വെച്ചാൽ 50 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മളെ ഹെൽത്തൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത് അല്ലേ? നമ്മൾ ലൈഫിൽ ഈ കാലഘട്ടത്തിൽ എൻ്റെ കൊച്ചെ 50 വയസ്സെന്നൊക്കെ പറയുമ്പോൾ 50 വയസ്സിന് ശേഷം നമുക്ക് ആയുസ് കിട്ടിയാൽ ബോണസ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ ഈ ബോണസ് നമ്മൾ മാക്സിമം സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. കിട്ടണ ഓരോ സെക്കൻഡ്സ് നമ്മൾ വളരെ ഹെൽത്തൊക്കെ വളരെ നോക്കണം. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന് ഓട്ടമല്ലായിരുന്നോ ലൈഫിലൊന്നും. ഒരു സമയം 9 സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. ലൈഫ് ഒന്നും എൻജോയ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ലൊക്കേഷൻ, വീട്, പിന്നെ കൂടുതൽ യാത്രകൾ വണ്ടിയിലായിരിക്കും നമ്മളെ അല്ലേ? വീട്ടിൽ കിടന്നുറങ്ങാൻ ടൈം കിട്ടില്ലല്ലോ. അവിടെ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് രാത്രി ട്രെയിനിൽ കയറി ഇവിടെ എത്തുമ്പോഴത്തേക്ക് നേരം വെളുത്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഇവിടെ വന്ന് വീട്ടിലെ പണിയും കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ പോയതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഫുഡൊന്നും നമ്മൾ മര്യാദ എൻജോയ് ചെയ്ത് കഴിക്കാറുന്ന ടൈമില്ലല്ലോ. ഇങ്ങനെയുള്ള ഓട്ടം അല്ലായിരുന്നു. നമ്മളിപ്പോൾ നമ്മളെ ലൈഫിലെ ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ആരോഗ്യം തന്നെയാണ്. ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മളെ ആരോഗ്യം തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ എവിടെയെങ്കിലും കടന്നു പോയിട്ട് നമ്മൾ മറ്റൊരാളോട് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും ഞങ്ങൾ ചോദിച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാണ്ടിരിക്കാൻ, ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് അത് ചെയ്യണ്ടെന്ന് ഇല്ല ഇത് ചെയ്യണ്ടെന്ന്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. അപ്പം അങ്ങനെ ചോദിക്കാൻ അവസരം കൊടുക്കരുത്. ചേച്ചി, ഈ കാലഘട്ടത്തിലെ കുട്ടികളെ കുറിച്ചൊക്കെ പറയുമ്പം ഇപ്പോൾ ചേച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞ ഒരു ഫൈറ്റർ എന്ന് തന്നെ പറയാം. ആ കാലത്ത് 2 കുഞ്ഞുങ്ങളെയും കൊണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ആത്മഹത്യ, സ്ത്രീധന മരണങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ചേച്ചിക്ക് എന്ത് തോന്നും? മനസ്സിന് ബലക്കുറവാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. യഥാർത്ഥ കാരണം അത് തന്നെയാണ്. നമ്മളെന്തിനാ മറ്റുള്ളവർക്ക് മുന്നിൽ തോറ്റു കൊടുക്കണേ? ഒരു പക്ഷേ ഇപ്പം പലപ്പോഴും ഈ പറഞ്ഞ കുട്ടികളുണ്ടായിരുന്നില്ല. അവരൊക്കെ മാരേജ് കഴിഞ്ഞിട്ട് ഉടനെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? ഒരു ലോകത്ത് ചിലപ്പോൾ ഒരു സഹോദരി തോറ്റു കൊടുത്തേക്കാം, ഒരു ഭാര്യ തോറ്റു കൊടുത്തേക്കാം, മകള് തോറ്റു കൊടുത്തേക്കാം അല്ലേ? മരുമകൾ തോറ്റു കൊടുത്തേക്കാം. പക്ഷെ ഒരു അമ്മ ഒരിക്കൽ പോലും ആരുടെയും മുന്നിൽ തോറ്റു കൊടുക്കില്ല. അവരുടെ അവസാന ശ്വാസം വരെ അവർ പോരാടിക്കൊണ്ടേയിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ പോരാളി എന്ന് സ്ത്രീയെ പറയുന്നതിൻ്റെ കാരണം തോറ്റു കൊടുക്കില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഒരു കുഞ്ഞിന് അവർ ജന്മം നൽകുന്നത് അല്ലേ? ആ ഒരമ്മ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. അപ്പോൾ ആ അവസാന ശ്വാസം വരെ പോരാടാൻ വേണ്ടി മാത്രമാണ് അമ്മമാർ ഭൂമിയിലുള്ളത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു എന്താ പറയുന്നത്, ഇപ്പോൾ ചേച്ചിയുടെ കാര്യം കൊണ്ട് തന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോഴും ചേച്ചി പറയായിരുന്നു എന്നോട്, ഇത് തന്നെയാണ് ചേച്ചി ക്യാമറ ഓഫ് ദി ക്യാമറയിൽ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇത്രയും ചെറിയ പ്രായത്തിൽ 19 വയസ്സ് 2 കുഞ്ഞുങ്ങളുണ്ട് എനിക്ക്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തോറ്റു കൊടുക്കില്ല. കാരണം ഞാൻ അമ്മയാണ്. ഞാൻ ജീവിച്ചിരുന്നാലേ എത്ര ദൂരെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എത്ര ദൂരെ നിന്നാലും എൻ്റെ മക്കളുടെ എനിക്ക് സഹായിക്കാൻ പറ്റും ഇല്ലേ? ആ സമയത്ത് ഞാൻ മരിച്ചു പോയാലും ഒരു പക്ഷേ എനിക്ക് ഇവരെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല എനിക്ക് അല്ലേ? അപ്പം അതിനും നല്ലത് ഞാൻ ജീവിച്ചിരുന്ന് ഫൈറ്റ് ചെയ്യണതാ. വിജയിച്ച ഒരാൾക്ക് ധൈര്യമായിട്ട് എല്ലാവരോടും പറയാം, ചേച്ചിയുടെ ജീവിതം തന്നെയാണ് ഒരു ഉദാഹരണമായിട്ട് വെക്കുന്നത് അല്ലേ? നമ്മളെ തോൽപ്പിക്കാനാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഉള്ളത്. ജയിപ്പിക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ.
നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ജയിപ്പിക്കാനായിട്ട്. കൂടെ നിൽക്കുന്നത് എല്ലാവരും തോൽപ്പിക്കാൻ തന്നെയായിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളോട് ചില ആൾക്കാർ, നമ്മൾ കൂടെ ഉള്ള ആൾക്കാർ, നമ്മൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവർ, നമ്മൾ ഭയങ്കര പെട്ടെന്ന് ഒരു സുപ്രഭാതം നമ്മൾ കുറേ നല്ല ഫേമസ് ആയി, നമുക്ക് കുറേ കാശ് വന്നു, പ്രശസ്തി വന്നു, അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും വന്നു. നമ്മളോട് കുറേ ഇടയ്ക്ക് ചോദിക്കില്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പം എങ്ങനെ കടമൊന്നും ഇല്ലല്ലോ അല്ലേ, എല്ലാ കടമൊക്കെ തീർന്നു, ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ നല്ല മെച്ചപ്പെട്ടല്ലോ, ഇപ്പം അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ നീക്കിയിരിപ്പൊക്കെ ഉണ്ടോ, ഇപ്പോൾ വല്ലതൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ സമ്പാദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ അടിച്ചു പൊളിച്ച് തീർക്കുകയാണോ, വണ്ടിയുടെ ലോൺ തീർന്നോ, വീടിൻ്റെ ലോൺ തീർന്നോ, ഇങ്ങനെ വല്ല ഗോൾഡൊക്കെ മേടിച്ചോ, ഇത് സ്നേഹം കൊണ്ട് ചോദിക്കുകയാണെന്നാണോ വിചാരം? ഒരിക്കലുമില്ല. ഇങ്ങനെ ഒരാൾ ചോദിച്ചാൽ അപ്പം വിചാരിച്ചോണം നമ്മൾ ഏറ്റവും ശത്രു അയാളായിരിക്കുള്ളൂ. കാരണം ഇത് സ്നേഹം കൊണ്ട് ചോദിക്കണമെങ്കിൽ ഇതൊന്നും ചോദിക്കില്ല. നമ്മളോട് സ്നേഹമുള്ള ഒരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. നമ്മളോട് ചോദിക്കണം എന്താണ്, നമ്മളെ എൻജോയ്മെന്റ്സിന് നമ്മുടെ കൂടെ അങ്ങ് പോകുന്നേ. അവർക്ക് ടെൻഷനൊന്നും ഇല്ല. നമ്മൾ സന്തോഷത്തിലാണോ, അവർ കാണുന്നത് നമ്മൾ സന്തോഷത്തോടെയാണ്. ആ സന്തോഷം അവർ നമ്മളെ കൂടെ എൻജോയ് ചെയ്ത് പോകും മുന്നോട്ട്. ഇത് ഇവർക്ക് ടെൻഷനാണ്, ദൈവമേ ഇവര് ഇത്രയൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കി ഇവര് സമ്പാദിച്ചൊക്കെ വെച്ചിട്ടുണ്ടോ, അല്ലെ കടമായിരിക്കും, കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാതെ ആയിരിക്കും ഇത്രയും വർക്കൊക്കെ പിടിക്കുന്നത്. ഗോൾഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കിടക്കണ ഇമിറ്റേഷൻ ആണോ? ഇമിറ്റേഷൻ ആയിരിക്കുള്ളൂ, ഗോൾഡ് ഒന്നായിരിക്കില്ല. ഇതൊക്കെയാണ്. പക്ഷെ ആത്മാർത്ഥത്തോടെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അതെ നമ്മളടുത്ത് ആത്മാർത്ഥത്തോടെ, നമ്മളിപ്പോൾ നമ്മളെ അമ്മ ചോദിക്കുന്നത് ആത്മാർത്ഥത്തോടെ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മളെ ആത്മാർത്ഥ സുഹൃത്ത്, എടി പൈസ ഒന്നും പൊട്ടിച്ചൊന്നും കളയല്ല കേട്ടോ, സൂക്ഷിച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അധികം കടമെടുത്തുന്ന ഓരോ കാര്യങ്ങളൊന്നും കാണില്ല, ഇതൊക്കെ പറയുന്നത് നമ്മുടെ ആത്മാർത്ഥ ഉള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും ചോദിക്കണമെങ്കിൽ വിചാരിച്ചു കിട്ടണ പൈസയൊക്കെ മക്കൾക്ക് ഇങ്ങനെ ദൂർത്തടിക്കാൻ കൊടുത്തോട്ടോ, മക്കൾക്ക് അത് മേടിച്ചു കൊടുത്തോ, ഇത് അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇതൊക്കെ അവർക്ക് നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് സ്നേഹം കൊണ്ട് ചോദിക്കണമെന്നും അല്ല. അവർ വിചാരിക്കണം കൊടുത്തോട്ടെ എല്ലാ പൈസയും തീരട്ടെ, ഒന്നും സൂക്ഷിച്ചു നോക്കരുത്. ചേച്ചി ഒരു പിശുക്കാണോ? പിശുക്കാണ് ഇപ്പോഴും. ഇപ്പൊ അത്ര അങ്ങോട്ട് പിശുക്കല്ല. പണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഈ വീട് വെക്കുന്നിടം വരെ ഞാൻ ഓവർ പിശുക്കെന്നല്ല പറയാൻ, അതിനപ്പുറം പറയാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പച്ചവെള്ളം കുടിച്ച് ജീവിച്ചെന്ന് പറഞ്ഞ പോലെ ജീവിച്ചിട്ടാണ് സത്യം പറഞ്ഞ ഇവിടം വരെ, വീട് വെക്കുന്നിടം വരെ. വീട് പണി കഴിഞ്ഞതിന് ശേഷം വലിയ കടബാധ്യതയൊന്നും ഉണ്ടാക്കിയില്ല വീട് പണി കഴിഞ്ഞിട്ട്. കാരണം അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു, പൈസ കുറച്ച് കയ്യിൽ വരാതെ വീട് വയ്ക്കാൻ പണി തുടങ്ങാനും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് വീട് പണി കഴിഞ്ഞതിന് ശേഷമാണ് മക്കൾക്ക് പോലും ഒരു 500 രൂപയിൽ കൂടുതൽ ഡ്രസ്സ് എടുത്ത് കൊടുത്തു തുടങ്ങിയത്. 500-നുള്ളിൽ 200, 250, 300 റേഞ്ചൊക്കെ ആയിരുന്നു എൻ്റെയും മക്കളുടെയും ഡ്രസ്സിൻ്റെ കോസ്റ്റ് വരുന്നത് വീട് പണിക്ക് മുന്നേ. വീട് പണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ 500-ന് മുകളിലുള്ള ഡ്രസ്സ് എടുക്കൽ, ഫുഡ് കുറച്ച് കോസ്റ്റ്ലി ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. മറ്റേത് വീട്ടിലുണ്ടാക്കുന്നത് മാത്രമേ കഴിക്കുള്ളായിരുന്നു, പുറത്തുനിന്നൊന്നും ഓർഡർ ചെയ്ത് കഴിച്ചിട്ടേ ഇല്ല ഞങ്ങൾ. എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും യാത്ര പോകുമ്പോൾ എന്തെങ്കിലും വല്ല ദോശ ഇഡലിയോ എല്ലാം കഴിക്കും, അല്ലെങ്കിൽ വല്ല. പക്ഷേ അതിന് ശേഷമാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ എന്താണെന്നൊക്കെ എൻ്റെ കുട്ടികൾ കണ്ടു തുടങ്ങിയത്. അതിന് ശേഷം അങ്ങനെ പുറത്തുനിന്ന് നമ്മളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു തുടങ്ങിയത്. ഈ വീടൊക്കെ പണി കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് സെറ്റായി നമുക്കിരുന്ന് ഒരു സമാധാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വീട് എന്നുള്ള സംഭവം എല്ലാ മനുഷ്യരുടെ ഒരു സ്വപ്നമാണ്. ഇറങ്ങിപ്പോകാൻ ഒരാളും പറയില്ലല്ലോ എന്നുള്ളൊരു സമാധാനമാണത്. അതെ. അപ്പം അതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ നല്ലതൊക്കെ കഴിക്കാം. ഇപ്പോൾ ഒരു അഭിനയ ജീവിതത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മൈ ബോസിന് ശേഷം സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ സീരിയലിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉപ്പുമുളകിന് ശേഷം അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഉപ്പുമുളകിന് ശേഷം ഒരുപാട് സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞ എല്ലാ കഥാപാത്രങ്ങളും അത് ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷമാണ് വന്നത്. അത് ചെയ്തതിന് തുടങ്ങിയതിന് ശേഷമാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ. അതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഉപ്പുമുളകിന് മുന്നേ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം സിനിമയെ ഇല്ലാണ്ടായി, സീരിയൽ മാത്രം അങ്ങോട്ട് ചെയ്തു തുടങ്ങി. അവിടെയും പാരകളൊക്കെ ഇഷ്ടം പോലെ വന്നുകൊണ്ടാണ് കേട്ടോ സീരിയലിലേക്ക് മൊത്തമായിട്ട് അങ്ങ് പോയത്. സിനിമയിൽ നിന്ന് ഒരുപാടൊക്കെ പാരകളൊക്കെ വന്നിട്ടുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. അതെന്നെ പോലെ മിക്കവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ സീരിയൽ മാത്രം, പാരകളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എപ്പോഴും എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ സീരിയൽ മാത്രമേ ചെയ്യാം. അങ്ങനെ പോയാണ് പിന്നെ ഇവിടെ ഒരു
ഒന്ന് ബ്രേക്ക് വന്നു. അങ്ങനെ പിന്നെ ഇപ്പൊ കിട്ടുമ്പോൾ നല്ല കഥാപാത്രങ്ങൾ, പിന്നെ അതിനേക്കാൾ നല്ല കഥാപാത്രങ്ങളൊക്കെ വന്നു. ഇപ്പൊ ഒരേ തരത്തിലുള്ള വേഷങ്ങൾ, ഇപ്പൊ നമ്മൾ എടുത്തു പറഞ്ഞ കുറച്ച് അമ്മ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനത്തെ ഒരേ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ കഥാപാത്രങ്ങൾ എന്ത് ശൈലിയാണ് ചേച്ചി മാറ്റി പിടിക്കുക? സത്യം പറയട്ടെ, ഇങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല ശരിക്കും. എനിക്ക് ഗുരുവായൂരപ്പ സത്യം, ഞാൻ ഇങ്ങനെ ഇപ്പൊ പറയുമ്പോഴും ഞാൻ ഓർക്കണം, ഞാൻ പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അങ്ങനെ ഇപ്പേ പ്രിപ്പയർഡ് അല്ല, ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ അങ്ങനെ ചിന്തിക്കണുണ്ടോ? ഇല്ല, ഞാൻ ചിന്തിക്കണേ ഇല്ല. നമ്മളിപ്പോൾ വായിക്കുമ്പോൾ നമുക്കൊരു കഥാപാത്രം നമുക്ക് സ്ക്രിപ്റ്റ് തരുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഒരു ഏകദേശം നമ്മൾ അതിലേക്ക് അതൊന്ന് ചെല്ലും. നമ്മൾ ആ കഥാപാത്രത്തിന്റെ സിറ്റുവേഷൻ ഇതൊക്കെ ഒന്ന് ആലോചിക്കും എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഇല്ല, ബോധപൂർവം എനിക്ക് ശ്രമിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി വിവേകമൊന്നും ഇല്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് ചേച്ചിയുടെ ഓരോ കഥാപാത്രങ്ങൾ കാണുമ്പോൾ, ഇപ്പൊ ആനന്ദത്തിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമാണ് തണ്ണീർമത്തനിലെ അമ്മ, കുറച്ചുകൂടെ യങ് ആണ് അല്ലെ? അപ്പം അല്ല, അതിനകത്തെന്ന് വെച്ചാല് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുടെ മുന്നിലും ഡയറക്ടറുടെ മുന്നിലും ഈ കഥാപാത്രം ഉണ്ടല്ലോ. അപ്പൊ അവര് തരുന്ന ഡയലോഗ്സും ഡയറക്ടർ തരുന്ന കമാൻഡിങ്ങും ആണ് നമ്മളുടെ അല്ലെ ആ കഥാപാത്രം നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് അവരുടെ ഒരു ഇതായതുകൊണ്ട് ആ സ്ക്രിപ്റ്റിന്റെ ഗുണവും ഡയറക്ടറുടെ കഴിവുമാണ് ഒരു പക്ഷേ വ്യത്യാസം വരുന്നത്. പിന്നെ ചെയ്യുന്നത് നമ്മളാണ്. അപ്പൊ അത് അവർ രണ്ടര ഇതും പിന്നെ നമ്മളും കൂടെ കുറച്ച് നമ്മൾ ശ്രമിക്കുമല്ലോ എന്തായാലും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഏതെങ്കിലും വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഖേദം അങ്ങനെ വന്നിട്ടുണ്ടോ? അതൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് അങ്ങനെ ഓർത്തൊന്നും വിഷമിക്കേ, അങ്ങനെ എനിക്കല്ലാത്തത് എന്തെങ്കിലും ഒരിക്കലും ഇരിക്കാൻ പറ്റില്ലല്ലോ. അതെ. ഇപ്പൊ ഇത്രയും കഥാപാത്രങ്ങളിൽ അഭിനയിച്ചിട്ടും ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും എന്നാലും ആളുകൾ എടുത്തു പറയാതിരിക്കുകയും ചെയ്ത ഏതെങ്കിലും കഥാപാത്രം ഉണ്ടോ? ഇപ്പൊ പറയാം, ഞാൻ ഇപ്പോ എഴുത്തോല എന്ന് പറഞ്ഞൊരു മൂവിയിൽ അഭിനയിച്ചു. ഒരു 75 വയസ്സുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നല്ല പടമായിരുന്നു, ഭയങ്കര. അതായത് നമ്മള് യങ് സ്റ്റേജും കാണിക്കുന്നുണ്ട്. പ്രസന്റ് പോണത് വയസ്സായ ക്യാരക്ടറാണ്, 75 വയസ്സുള്ള ക്യാരക്ടറാണ്. അത് 13 അന്താരാഷ്ട്ര അവാർഡ് ഉണ്ടായിരുന്നു ആ പടത്തിന്. ഈ സെൻട്രൽ ക്യാരക്ടറാണ്, ഈ ക്യാരക്ടറാണ് ആ പടം കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവരുടെ ജീവചരിത്രം, അതായത് പണ്ടത്തെ എഴുത്തോല ആശാത്തി, മണ്ണിലൊക്കെ നിലത്തെഴുത്തൊക്കെ പഠിപ്പിക്കുന്ന ഒരു ആശാത്തിയുടെയും ആശാന്റെയും കഥ. അപ്പോൾ അത് 13 അന്താരാഷ്ട്ര അവാർഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു അവാർഡ് പോലും അതിനുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, സിനിമ റിലീസായ സമയത്തെ കാര്യങ്ങൾ ഒരു അവാർഡ് പോലും ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ആരെങ്കിലും പറയാൻ പോലും ഉള്ള സാഹചര്യം തിയേറ്ററിലും വന്നില്ല. തിയേറ്ററിൽ കുറച്ച് ദിവസം ഓടിയുള്ളൂ. അപ്പൊ അത് കണ്ട ആൾക്കാരൊക്കെ നല്ലത് പറഞ്ഞു, കാണാത്ത ആൾക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാവും. നമ്മൾ വളരെ പ്രതീക്ഷയോടെ, ഈ പറഞ്ഞ പോലെ നമ്മള് പ്രതീക്ഷകൾ ഉണ്ടാവും ചില ക്യാരക്ടർ ചെയ്യുമ്പോൾ അല്ലേ. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു അത്. പക്ഷെ അത് എനിക്ക് എപ്പോഴും വിഷമം തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ആ പടത്തിന് ഒരു അവാർഡ്, അത്രയും നല്ലൊരു പടമായിരുന്നു. എന്റെ കഥാപാത്രത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. കാരണം പണ്ടത്തെ ഒരു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ആണ് ആ സിനിമ പറയുന്നത്. അപ്പൊ അതൊക്കെ വിഷമം തന്നെയാണ്. അഭിനയിച്ചുകൊണ്ടിരുന്നിടത്ത് തന്നെ ഇഷ്ടമില്ലായ്മ ഉണ്ടായപ്പോൾ ഒരു തുറന്നു പറയാനുള്ള ധൈര്യം ചേച്ചിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് അവസരങ്ങൾ കുറയുന്നു തോന്നിയിട്ടുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. തുറന്നു പറയുന്ന ഒരാളാണ്. ഞാനിപ്പോ എന്റെ കൺമുന്നിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്നു പറയും. എന്നോട് ഒരാൾ സംസാരിച്ചത് തെറ്റാണെങ്കിൽ തെറ്റല്ല, നിങ്ങൾ സംസാരിച്ചത് ശരിയല്ല, അങ്ങനെ ഒരിക്കലും സംസാരിക്കരുത് എന്ന് പറയും. അത് അയാളോട് വിരോധം കൊണ്ടല്ല. അതെ, അയാളോട് അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും കൂടുതലായിരിക്കും അല്ലേ. നമുക്കിപ്പോ നമ്മള് വീട്ടിലുള്ളവരാണെങ്കിൽ പോലും എന്നെ വേദനിപ്പിക്കുന്നു പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. എല്ലാത്തിനും അപ്പുറം നമ്മള് സമാധാനം എന്നുള്ളൊരു സംഭവം വേണമല്ലോ ജീവിക്കാൻ. സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആൾക്കാർ മുന്നിൽ നിന്നിട്ട് നമ്മളെ കോക്കറി കുത്തുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് നിന്നാൽ നമ്മുടെ സമാധാനം പോകും ഇല്ലേ. അതെ, ഇപ്പം ഒരു 10ാം ക്ലാസ്സുകാരിക്ക് നേടാവുന്നത് എത്രയും അധികമാണെന്ന് കാണിച്ചു കൊടുത്ത ഒരാളാണ് ചേച്ചി. കാരണം അപ്പോൾ കുട്ടികൾക്ക്, മക്കൾക്ക് അല്ലെങ്കിൽ അതുപോലെ കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും ജീവിതത്തിൽ? എല്ലാവരോടും നല്ലതായിട്ട് പെരുമാറുക, വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാവരെയും സ്നേഹിക്കുക. ഏത് പ്രൊഫഷനാണെങ്കിലും, ഏത് പ്രൊഫഷനിൽ ജോലി ചെയ്താലും അവിടെ നിൽക്കുന്ന എല്ലാ അംഗങ്ങളും, വർക്ക് ചെയ്യുന്ന എല്ലാ അംഗങ്ങളും
ജീവിക്കാനായിട്ട് ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് വന്ന ഉം. നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവരതേപോലെ കാണാൻ ശ്രമിക്കുക, ഉം. അത്രേ ഉള്ളൂ. അവിടെ ശമ്പളത്തിനനുസരിച്ച് സ്നേഹിക്കരുത്. ഒരാളുടെ ശമ്പളം ഇത്രയേ ഉള്ളൂ, ഉം. അയാൾ ഇങ്ങനെ ജോലിയാണ് ചെയ്യണത്, ഉം. അതുകൊണ്ട് അയാളെ അത്രയും സ്നേഹിക്കേണ്ട, ഉം. അല്ല അയാളെ അത്രയും ബഹുമാനിക്കേണ്ട, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആരെയും ഒന്നും മോഷ്ടിക്കാണ്ടിരിക്കുക. അപ്പം മോള് തന്നെ പറയുന്നു അമ്മ ഇത്രയും വർഷം ഒറ്റയ്ക്കായിരുന്നു, അമ്മയ്ക്കൊരു കൂട്ട് വേണമെന്ന്. എന്താണ് എന്ന് ചേച്ചിയുടെ അഭിപ്രായം? ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിന് മറുപടി പറയാണ്ടിരിക്കുന്നതാണ് ഏറ്റവും സേഫ്. എന്നു വെച്ചാൽ ഇതിന് മറുപടി പറഞ്ഞതൊക്കെ ആഘോഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ മറുപടിക്കൊക്കെ ആഘോഷിച്ചത് കുറേ ആൾക്കാർ ആഘോഷിച്ചു. ഈ ആഘോഷിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഇവരൊരു സ്ത്രീയാണ്, ഇവർക്കൊരു കുടുംബമുണ്ട്, ഇവർക്ക് നാളെ ജീവിക്കണം, ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം, ഇവരെയൊക്കെ കൊണ്ടാണ് ഞങ്ങളും ജീവിക്കുന്നത്. ഈ പറയുന്ന ആഘോഷിക്കുന്ന ആൾക്കാർ ഇവരെയൊക്കെ കൊണ്ടാണ് ഞങ്ങളും ജീവിക്കുന്നത് എന്നൊരിക്കലും ചിന്തിക്കാതെയുള്ള വാർത്തകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീണ്ടും അവർക്ക് ആഘോഷിക്കാൻ ഞാൻ നിന്ന് കൊടുക്കണോ? അതല്ലേ നല്ലത്. ഉറപ്പായിട്ടും ചേച്ചിയുടെ തീരുമാനങ്ങൾ ചേച്ചിയുടെ തന്നെയാണ്. എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നവരോടും എന്നെ ഇഷ്ടമില്ല എന്ന് പറയുന്നവരോടും നല്ല നടിയാണെന്ന് പറയുന്നവരോടും അല്ലാത്തവരോടും ഒന്നും പറയാത്ത ആൾക്കാരോടും എല്ലാവരോടും എനിക്കിഷ്ടം മാത്രമേ ഉള്ളൂ. കാരണം ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് അഭിനയിച്ച് തുടങ്ങിയാൽ അവരെ വളർത്തുന്നത് പ്രേക്ഷകർ തന്നെയാണ്. ഇപ്പോൾ ഇഷ്ടമില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഇഷ്ടമുണ്ടെന്ന് പറയുന്നവരാണെങ്കിലും അവരെ വളർത്തുന്നത് എപ്പോഴും ഒരു കലാകാരനും കലാകാരിക്കും ഏറ്റവും വലുത് എപ്പോഴും പ്രേക്ഷകർ തന്നെയാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് അവർ തരുന്ന ആ ഒരു ബലം ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ഇപ്പം നല്ലതെന്ന് പറഞ്ഞാലും ചീത്തയെന്ന് പറഞ്ഞാലും അവർ നമ്മളെ കാണുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവരാണ് ഇപ്പം നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു, ചീത്തയെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ നന്നാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ശരിയാക്കി കൊണ്ടുപോകണം എന്നുള്ളതായിരിക്കും അവരുദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും പേഴ്സണലാണെങ്കിലും ഒഫീഷ്യലി ആണെങ്കിലും. അപ്പോൾ നമ്മളെ കെയർ ചെയ്യുന്നു, നമ്മളെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എല്ലാവരോടും നന്ദിയുള്ളൂ, സന്തോഷമുള്ളൂ, സ്നേഹമുള്ളൂ. അപ്പോൾ ആ ഒരു സ്നേഹം ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് സന്തോഷം ചേച്ചി, തിരക്ക് പിടിച്ച സമയത്തും ഇത്രയും സമയം ഞങ്ങൾ കൈരളിക്ക് വേണ്ടി മാറ്റിവെച്ചതിന്. ഇനി ഒരുപാട് നല്ല റോളുകൾ, നല്ല കാര്യങ്ങൾ ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സന്തോഷം. തിരിച്ചതുപോലെ തന്നെ മോൾക്കും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ. ഇനിയും വളർന്ന് വലിയ നിലയിലെത്തട്ടെ. താങ്ക് യു സോ മച്ച് ചേച്ചി.